ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇഫ്താർ സ്പെഷ്യൽ എഗ് ലസാനിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എഗ് അല്ലാതെ തന്നെ വെജ് ലസാനി ആയിട്ടും ചിക്കൻ വെച്ച് ചിക്കൻ ലസാനി ആയിട്ടും ചെയ്യാം. അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് എഗ് ലസാനിയുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലസാനിയ ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് 1 ടീസ്പൂണൊക്കെ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കും. അധികമാവേണ്ട 2 നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഒറിഗാനോ സീസണിംഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ എടുക്കുന്ന ഒറിഗാനോ സീസണിങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിന് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് അങ്ങ് ഇളക്കി ഒരുപാട് പൊടി പോലെ ആക്കണ്ട. പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ഇളക്കി കുറച്ച് വലിയ കഷ്ണങ്ങളായി കിട്ടത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വലിയ പീസുകളായിട്ട് മതി. ഇത് നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ തൊലി ഒന്ന് പൊട്ടി വരുന്ന വരെ ഒന്ന് വേവിച്ചാൽ മതി. നമുക്ക് ആ കടായിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണേ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്താണ്, വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതാണ്. എത്ര മാത്രം ചെറുതായിട്ട് നുറുക്കാമോ അത്രയും നല്ലത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരും. അതൊന്ന് ചൂടായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മൈദ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഇളക്കി ആ മൈദയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കണം. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ബട്ടർ ഇത്രയും ഉണ്ടെങ്കിലേ ആ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതൊരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് മതി. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ച ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഇളകിയിട്ടുണ്ട്. അത് മതി. അത് നമുക്ക് ആ തക്കാളി മാത്രം എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അവിടെ തന്നെ വെച്ചേക്കരുത്. അത് നല്ല പെട്ടെന്ന് തിക്കായിട്ട് വരും. നമ്മൾ നല്ലൊരു വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. സാധാരണ ഉണക്കമുളക് ചതച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നൽകി കൊടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. ഇൻ കേസ് കട്ടിയായി പോയെന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയിരുന്നാൽ മതി. പിന്നെ അത് കത്തിക്കണ്ട. അതായത് ഒരുപാട് തിക്കുമായി പോകരുത്, ഒരുപാട് അങ്ങ് ലൂസും ആയി പോകരുത്. അങ്ങനെ ആ ഒരു പരുവത്തിന് വേണം. ഇതുണ്ട് ഈ ഒരു തിക്നെസ്. അത് മതി. നമുക്കത് മാറ്റി വെച്ചേക്കാം. നമുക്ക് അതേ കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിലായാലും മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ച് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴും നല്ല ഒരു ടേസ്റ്റ് സോസിന് വരിക. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെഡ് സോസാണ് ഉണ്ടാക്കുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് പ്രൊസീജിയർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു സ്മെല്ല് വരും. ചെറുതായിട്ടൊരു കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അത് മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് പെട്ടെന്നൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കളറൊന്നും മാറുമൊന്നും വേണ്ട. ആ സമയത്ത് നമ്മുടെ വെന്ത തക്കാളി ഞാൻ തൊലിയൊന്നും മാറ്റുന്നില്ല. തൊലി മാറ്റണമെങ്കിൽ തൊലി മാറ്റാം. അത് ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്ത് വരട്ടെ. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. പെട്ടെന്നാവും കേട്ടോ അത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മാത്രം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിരുന്നാൽ മതി. ഒരുപാട് സമയം അങ്ങ് വെച്ച് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അത് മതി. നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അതൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് തുറക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ടൊമാറ്റോ പ്യൂരി ആണല്ലോ ഒഴിച്ചിട്ടുള്ളത്. അത് മതി. അത് നമുക്കവിടെ മാറ്റി വെച്ചേക്കാം.
ഇനി നമുക്ക് കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നേരത്തെ പോലെ തന്നെ നുറുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ചെടുത്തതാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രൊസീജിയർ, ഒരുപാട് ജോലിയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് ചെയ്ത് വരുമ്പം നമുക്ക് വളരെയധികം ഈസി ആയിട്ട് തോന്നും. കാരണം വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തൊന്ന് ചതച്ച് ഒരുമിച്ച് വെച്ചതാണ്. എന്നിട്ട് അതിൽ നിന്നാണ് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഹാഫ് ബോയിൽഡ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നേ ഇല്ല. ഒരു 1/4 കപ്പൊക്കെ കോൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതാക്കി മുറിച്ചതാണ്. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. എന്ത് വെജിറ്റബിൾസ് വേണേലും ഇടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വേണം ഇട്ട് കൊടുക്കാം. ഇതിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ക്യാരറ്റ് ചേർക്കണ്ട കേട്ടോ, ഞാൻ ക്യാരറ്റ് അങ്ങനെ ചേർക്കാറില്ല, അത് കുറച്ച് കടിക്കില്ലേ, അതുകൊണ്ട്. ഇപ്പോൾ കോണിന് പകരം അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണേ. അതിലേക്ക് നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ സമയത്ത് നമുക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ പിച്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിരുന്നാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കണ്ട. വെജിറ്റബിൾസ് കോളിഫ്ലവറോ അല്ലെങ്കിൽ മഷ്റൂമോ അല്ലെങ്കിൽ പനീറോ എന്താണോ ഇഷ്ടം അത് ചേർക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് അവസാനം പകുതി തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് പെട്ടെന്ന് അങ്ങ് ഇളക്കി എടുത്തിരുന്നാൽ മതി. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മതി. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ പാസ്ത ഷീറ്റ് ഇല്ലാണ്ടാണ് ഈ ഒരു ലസാനിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസ് 8 സ്ലൈസ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി നല്ല പാസ്ത ഷീറ്റ് പോലെ ഒന്ന് പരത്തി കൊടുക്കാം. പുതിയ ബ്രെഡാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. പഴയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് ഓവനിൽ മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അപ്പച്ചെമ്പിൽ വെച്ച് ഒന്ന് ആവി കയറ്റി ഇങ്ങ് എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. അതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് നമ്മുടെ സാധാരണ ഒരു അലുമിനിയം പാത്രമാണ്. ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് 6 ഇഞ്ച് വീതിയുള്ള ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ്. ഗ്ലാസിൻ്റെ ട്രേ എടുക്കണമെന്നില്ല, നല്ല കട്ടിയുള്ളതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സാധാരണ നമ്മുടെ കേക്ക് ട്രേ എടുത്തിരുന്നാൽ മതി. അല്ലെ സാധാരണ ചോറ്റും പാത്രമോ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആദ്യം ഇടുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച റെഡ് സോസില്ലേ, അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് കുറച്ച് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിലായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വലിയ ട്രേ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ റെഡ് സോസ് അങ്ങ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് അതും കൂടെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി ഇടാം. ഇനി നമ്മൾ നടുവിൽ മുഴുവനായിട്ടും അങ്ങ് ആ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഗാർണിഷ് ചെയ്യാനായിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഏത് ചീസായാലും കുഴപ്പമില്ല. മോസറല്ല ചീസോ ചീസിൻ്റെ ബ്ലോക്കോ ചെഡാർ ചീസോ ഏതായാലും മതി. ഞാനിപ്പോൾ ചീസിൻ്റെ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് എപ്പോഴും ഈ ചീസിൻ്റെ സ്ലൈസാണ്. അതൊരു 3 സ്ലൈസ് വെച്ചിട്ടുണ്ട്. കൂടുതൽ വെക്കണമെങ്കിൽ കൂടുതൽ വെക്കാം. കുറച്ച് വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് സോസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുകയാണെ. അതിൻ്റെ മുകളിൽ റെഡ് സോസ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് മൊത്തമായിട്ട് അങ്ങ് ഇടുന്നില്ല, മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 3 ചീസ് തന്നെ മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള വൈറ്റ് സോസ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ബാക്കി വെച്ചിരിക്കുന്ന റെഡ് സോസ് മുഴുവനായിട്ട് അങ്ങ് അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഫില്ലിങ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒറിഗാനോ സീസണിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഈ സമയത്തൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾക്ക് ഇതിങ്ങനെ ആയി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും. ഒരു നുള്ള ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിയാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ്. നമുക്കതിനെ തുറന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കി നല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോടെ വെച്ച് കൊടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതിയാക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണമാണ്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി നല്ലതാ. ചീസൊക്കെ നല്ല മെൽറ്റായി ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല മണം കേട്ടോ വീട് മുഴുവനും. അതുകൊണ്ട് അതിൻ്റെ സൈഡിലും നോക്കുന്ന സമയത്ത് നല്ല ലെയറായിട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഫ്താറിനൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം നേരത്തെ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അതിന് തൊട്ട് 10 മിനിറ്റ് മുന്നേ നമ്മളിതെടുത്ത് നമ്മുടെ ഓവനിലേക്കോ അല്ലെങ്കിൽ ഓവൻ സെറ്റപ്പിലേക്കോ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുത്തിരുന്നാൽ മതി. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചാൽ ആ സമയത്തൊന്ന് ഓവൻ സെറ്റപ്പിനകത്തോട്ട് ഒന്നുകൂടെ ഒന്ന് ഇറക്കി വെച്ച് അല്ലെങ്കിൽ ഓവനിൽ ഒന്നുകൂടെ ഒന്ന് വെച്ച് ചൂടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചീസൊക്കെ ഒന്നുകൂടെ ഒന്ന് മെൽട്ടായിട്ട് വരികയും ചെയ്യും. അത് നമുക്കിത് ചൂടോടുകൂടി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിങ്ങനെ നല്ല സ്ക്വയർ പീസ് ഒന്നായിട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് നല്ല നല്ല ഭംഗി, ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതുകൊണ്ട് നല്ല ചീസി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കു ഫ്രണ്ട്സൊക്കെ ഇൻഡസ്ട്രിയൽ വിസിറ്റും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. സ്നാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഡിന്നർ വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ 8 പേർക്കൊക്കെ നല്ല ലാവിഷായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ഹെവിയാണ് സംഭവം. ശരിക്കും ഡിന്നറായിട്ട് കഴിക്കാനാണെങ്കിൽ 4 പേർക്ക് ധാരാളമാണ്. അപ്പോൾ അത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് അവരുടെ മുഖത്ത് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അവർ പറയുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും അതെ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. അതിനേക്കഴിഞ്ഞും ടേസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസാനിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കുകയേ ചെയ്യരുത്. ഏത് വെജിറ്റബിൾസ് ആണോ കയ്യിലുള്ളത് അത് വെച്ചുണ്ടാക്കാം. ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം. കാപ്സിക്കവും ടൊമാറ്റോയും മാത്രം ഉണ്ടായിരുന്നാലും മതി. അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ ഒരു ലസാനിയ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എളുപ്പമല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിപ്പോൾ കാണുന്ന സമയത്ത് ഒരുപാട് പ്രൊസീജിയർ ഉള്ളതായിട്ട് തോന്നും. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത്രയും ഈസി ആയിട്ടൊരു സ്നാക്ക് അല്ലെങ്കിൽ ഡിന്നർ ഉണ്ടാക്കാമെന്ന് നമുക്ക് വിചാരിക്കാനേ പറ്റില്ല. അത്ര എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, stay positive. Bye.